ലോക്സഭയിലെ പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യ ദിവസം തനി മലയാളി പെൺകുടിയായി. വിശേഷ ദിവസങ്ങളിൽ മലയാള മങ്കുകൾ അണിയുന്ന കസവ് സാരിയും ഉടുത്ത് പ്രിയങ്ക എത്തിയപ്പോൾ മുന്നിലും പിന്നിലും നിന്ന് നയിക്കാൻ സഹോദരൻ രാഹുൽ ഗാന്ധിയും. അപൂർവമായ നിമിഷങ്ങൾക്ക് സഹോദര സഹോദരി ബന്ധം സാക്ഷിയായപ്പോൾ കേരളത്തിൽ നിന്നുള്ള എംപിമാരും പ്രിയങ്കയെ വളഞ്ഞു തന്നെ നിന്ന് ആനയിച്ചു. Let me also take one. Our ex-MP. Yes. Why can't I'm here. കേരളത്തിലെ ഒരു എംപി പാർലമെന്റിൽ എത്തിയപ്പോൾ അത് കേരള വേഷത്തിൽ തന്നെ ആകണമെന്ന് പ്രിയങ്കയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. പ്രിയങ്ക ഗാന്ധി വാദ്രയുടെ ലോക്സഭയിലേക്കുള്ള പ്രവേശനം ഒരു രാഷ്ട്രീയ രംഗം എന്നതിലുപരി തനി കേരള തനിമയുമായി മാറുകയായിരുന്നു. കേരള കസവ് സാരി ധരിച്ച പ്രിയങ്കയുടെ വസ്ത്രധാരണം കേരളത്തോടും നമ്മുടെ സംസ്കാരത്തോടുമുള്ള പ്രിയങ്കയുടെ ഐക്യദാർഢ്യം തന്നെയായി മാറി. മാത്രമല്ല, സാരിയും ഉടുത്ത് പ്രിയങ്ക വന്നപ്പോൾ അമ്മ ഇന്ദിരാഗാന്ധിയെ ഓർമ്മിച്ചു എന്ന് നിരവധി പേർ കമന്റ് ചെയ്തു. ഒരു യുവ ഇന്ദിരാഗാന്ധി നടന്നു വരുന്നതായി തോന്നിയെന്ന് കോൺഗ്രസിന്റെ എംപിമാരും പ്രിയങ്കയെക്കുറിച്ച് പറഞ്ഞു. പ്രിയങ്ക ഗാന്ധിയുടെ പരമ്പരാഗത വസ്ത്രധാരണത്തിന് കൂടുതൽ ആഴത്തിലുള്ള അർത്ഥമുണ്ട്. ഇന്ദിരാഗാന്ധിയുമായുള്ള അവളുടെ സാമ്യം അസാധാരണമായിരുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ രൂപം അവളുടെ മുത്തശ്ശിയെയും 3 തവണ പ്രധാനമന്ത്രിയെയും ഓർമ്മിപ്പിച്ചത് എങ്ങനെയെന്ന് പലരും ശ്രദ്ധിച്ചു. ശ്രദ്ധേയമായ വ്യക്തിത്വത്തിന് പേരുകേട്ട ഇന്ദിരാഗാന്ധി സാധാരണക്കാരുമായി ബന്ധപ്പെടാൻ പലപ്പോഴും എല്ലാം സാരിയായിരുന്നു വേഷം. പ്രിയങ്ക ഗാന്ധിയുടെ സാരി തിരഞ്ഞെടുത്തതും അതേ വികാരം പ്രതിധ്വനിക്കുന്നതായി തോന്നി. വ്യാഴാഴ്ച വയനാട്ടിൽ നിന്നുള്ള പാർലമെന്റ് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യാൻ നിൽക്കുമ്പോൾ ഭരണഘടനയുടെ പകർപ്പ് കൈവശം വെച്ചുകൊണ്ടായിരുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ മുത്തശ്ശിയെ ഓർമ്മയുണ്ടോ എന്ന് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ അതെ, ഞാൻ എൻ്റെ മുത്തശ്ശിയെ അനുസ്മരിക്കുന്നുവെന്ന് പ്രിയങ്ക പറഞ്ഞു. എൻ്റെ അച്ഛനെയും ഓർത്തു എന്നായിരുന്നു പ്രിയങ്കയുടെ മറുപടി. കസവ് സാരി ഒരു വസ്ത്രം മാത്രമല്ല, അത് കേരളത്തിൻ്റെ സാംസ്കാരിക ഐക്യത്തിൻ്റെ പ്രതീകമാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അത് ധരിക്കാനുള്ള പ്രിയങ്ക ഗാന്ധിയുടെ തീരുമാനം അത് തന്നെ തങ്ങളുടെ പ്രതിനിധിയായി തിരഞ്ഞെടുത്ത വയനാട്ടിലെ ജനങ്ങൾക്കുള്ള ആദരവോടെയുള്ള അംഗീകാരം കൂടിയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനായി അമ്മ സോണിയാഗാന്ധി, സഹോദരൻ രാഹുൽ ഗാന്ധി, റെഹാൻ വാദ്ര, പ്രിയങ്ക ഗാന്ധിയുടെയും റോബർട്ട് വാദ്രയുടെയും മകനും മകളും മിരിയ വാദ്ര എന്നിവരും പാർലമെന്റിലെത്തി. പ്രിയങ്ക പാർലമെന്റിലേക്ക് കയറാൻ എത്തിയപ്പോൾ നിൽക്കുവെന്ന് പറഞ്ഞ് മുന്നോട്ട് നടന്നുപോയ സഹോദരൻ രാഹുൽ ഓടി വന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരും അന്തം വിട്ടു. ഉടൻ തന്നെ രാഹുൽ പ്രിയങ്കയെ തടഞ്ഞു നിർത്തി സ്വന്തം മൊബൈലിൽ സെൽഫി എടുക്കുകയായിരുന്നു. 100 കണക്കിന് ക്യാമറകളിൽ പതിയുന്ന ചിത്രത്തെക്കാൾ മൂല്യമുണ്ട് രാഹുലിന് സ്വന്തം ഫോണിൽ സഹോദരിയുടെ പാർലമെന്റിന്റെ പ്രവേശനം ഒപ്പിയ ആ ഫ്രെയിമുകൾക്ക്. കോൺഗ്രസ് കോട്ടയായ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയും BJPയുടെ നവ്യ ഹരിദാസും CPIയുടെ സത്യൻ മൊഖേരിയും തമ്മിലുള്ള ത്രികോണ മത്സരമാണ് നടന്നത്. മുൻപ് വയനാടിനെ പ്രതിനിധീകരിച്ചിരുന്ന സഹോദരൻ രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിഞ്ഞ് ഉത്തർപ്രദേശിലെ റേബറേലിയയിലേക്ക് പോയി. ഈ വർഷത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 2 സീറ്റുകളിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ ഗാന്ധി 2ഇടത്തും നല്ല വിജയം കൈവരിക്കുകയായിരുന്നു. കോൺഗ്രസ് നേതാവ് രവീന്ദ്ര വസന്തറാവു ചാവാനും ലോക്സഭയിൽ പാർലമെന്റ് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. നന്ദോട് ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ രവീന്ദ്ര വസന്തറാവു ചവാൻ 5,86,788 വോട്ടുകൾക്ക് വിജയിച്ചു. സിറ്റിംഗ് കോൺഗ്രസ് MP ആയിരുന്ന വസന്തറാവു ബൽവന്ത്രാവു ചവാന്റെ മരണത്തെ തുടർന്നാണ് ഈ സീറ്റ് ഒഴിവ് വന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.